Hi everyone, this is Ebinse from Evika. അങ്ങനെ നമ്മുടെ വാച്ചേഴ്സ് 9.5 ഒഫീഷ്യലി റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 299 MB-ലാണ് എൻ്റെ ആപ്പിൾ വാച്ച് സീരീസ് 4-ൽ വന്നിരിക്കുന്നത്. അത് പല ഡിവൈസിലും പല സൈസിലായിട്ടായിരിക്കും വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ വാച്ചേഴ്സ് 9.5 വാച്ച് സീരീസ് 4 മുതൽ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന ആപ്പിൾ വാച്ച് അൾട്ര വരെ സപ്പോർട്ട് ആവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ആപ്പിൾ ഈ പറയുന്ന എല്ലാ അപ്ഡേഷൻസും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വാച്ചേഴ്സ് 9.5ൻ്റെ പുതിയ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. തുടക്കം തന്നെ നമ്മൾ ഈ പറയുന്ന അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മുടെ ഈ പറയുന്ന സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിന് നേരെ ജനറൽ എബൌട്ട് സെക്ഷൻ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് വേർഷൻ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും വാച്ചേഴ്സ് 9.5 20T562 എന്ന്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഒഫീഷ്യൽ വാച്ചേഴ്സ് 9.5ൻ്റെ ബെൽ നമ്പർ എന്ന് പറയുന്നത്. പിന്നീട് ആദ്യത്തെ അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമുക്ക് പുതിയ വാച്ച് ഫേസിലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ആപ്പിൾ എല്ലാ കൊല്ലവും LGBTQ+ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രൈഡ് എന്ന പേരിൽ ഒരു വാച്ച് ഫേസും വാൾപേപ്പറും വാച്ച് ബാൻഡും ആപ്പിൾ റിലീസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നമുക്കിപ്പോൾ പുതിയ 3 വാച്ച് ഫേസും ഒരു പുതിയ വാൾപേപ്പറുമാണ് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. ഈ ഒരു വാൾപേപ്പർ നമ്മുടെ iOS 16.5-ലാണ് നമുക്ക് റിലീസാവുന്നത്. ഈ പറയുന്ന പുതിയ വാച്ച് ഫേസ് നമ്മുടെ വാച്ചേഴ്സ് 9.5-ലും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു വാച്ച് ഫേസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമുക്കിവിടെ 3 വാച്ച് ഫേസാണ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ വാച്ച് ഫേസ്, ഇത് മൂന്നാമത്തെ വാച്ച് ഫേസ്. സിംഗിൾ വാച്ച് ഫേസാണ്, 3 ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പറയുന്ന ഈ ഒരു തേർഡ് സ്റ്റൈലിൽ നമുക്ക് വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേറെ ആനിമേഷൻസോ കാണാൻ പറ്റില്ല. ഈ ഒരു സെക്കൻഡ് സ്റ്റൈലിലും നമുക്ക് കളേഴ്സ് മാത്രമാണ് വന്നിരിക്കുന്നത്, വേറെ ഒരു ആനിമേഷൻ വന്നിട്ടില്ല. പക്ഷേ ആദ്യം വരുന്ന ഈ ഒരു വാച്ച് ഫേസിൽ നമുക്ക് ചെറിയൊരു ആനിമേഷനും അതേപോലെ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവായ ഒരു വാച്ച് ഫേസാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാച്ച് ഫേസ് എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ടും ഇൻട്രാക്റ്റീവായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഈ ഒരു വാച്ച് ഫേസ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ എളുപ്പത്തിന് നമ്മുടെ വാച്ചിൻ്റെ ആപ്സിലേക്ക് പോവുക. ഇവിടെ നമുക്ക് വാച്ച് ഫേസ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ പ്രൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ലൈറ്റ് മോഡും ഡാർക്ക് മോഡും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഡാർക്ക് മോഡാണ് ഓൾവേസ് ചൂസ് ചെയ്യാറ്. അതിനുശേഷം നമുക്ക് 3 സ്റ്റൈൽ ഉണ്ടാകും. ഇതിൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എടുത്താലാണ് നമുക്ക് ഈ പറയുന്ന ഈ ഒരു മോഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാച്ച് ഫേസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മോഷൻ സെലക്ട് ചെയ്യുക. ആ ഒരു മോഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും വാച്ച് ഫേസിൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ ഈ 2 സ്റ്റൈൽസാണ് എടുക്കണമെങ്കിൽ നമുക്ക് കോംപ്ലിക്കേഷൻസും കുറച്ചധികം ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. കാരണം ചില കൂട്ടുകാർക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻസ് മുഖേന തന്നെ കുറേ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈൽ എടുക്കുന്നവർക്ക് കോംപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആപ്പിളും ഈ ഒരു അപ്ഡേഷനിൽ വേറെ കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ആപ്പിളിൽ ഈ വാച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് വാച്ചേഴ്സ് 9.5 includes new features, improvements and bug fixes including a new pride collection watch face to honor the LGBTQ+ community and culture എന്ന് മാത്രമേ കിട്ടുള്ളൂ. വേറെ ഒരു ഇൻഫർമേഷൻ നമ്മൾ പൊതുവേ ഈ പറഞ്ഞ iOS ഒക്കെ എടുക്കുമ്പോൾ iOSൽ എന്തൊക്കെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് ആപ്പിളിൻ്റെ എബൌട്ടിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു അപ്ഡേഷനും കൊടുത്തിട്ടില്ല. ഇതിലാകെ പറയുന്നത് ന്യൂ ഫീച്ചേഴ്സ് എന്നുണ്ട്, ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് ബഗ് ഫിക്സസ് എന്നുള്ള പേരിൽ മാത്രമാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ മെയിൻലി പുഷ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വാച്ചേഴ്സ് 10 എന്ന് പറയുന്ന ആ ഒരു ഹ്യൂജ് ലീപ്പ് അപ്ഗ്രേഡിന് വേണ്ടിയാണ് ഇപ്പോൾ ആപ്പിൾ വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറേയധികം അപ്ഡേഷൻ ഈ പറയുന്ന വാച്ചേഴ്സ് 9.5-ൽ ഇനി ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബഗ് ഫിക്സും അതേപോലെ ഇംപ്രൂവ്മെൻറ്റ്സും ആപ്പിൾ കൊണ്ടുവരും. പുതിയ കുറേ ഫീച്ചേഴ്സ്
നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇമ്പ്രൂവ്മെൻറ്റ്സിൽ പറയുന്ന കാര്യം, ഞാനിപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ വരുന്നത്. ഇപ്പോൾ ഞാൻ മ്യൂസിക് ആപ്ലിക്കേഷൻ എടുത്തു, മ്യൂസിക് ആപ്ലിക്കേഷൻ ലോഡായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ സ്പോട്ടിഫൈ എന്ന ആപ്പ് എടുത്തു, സ്പോട്ടിഫൈ എന്ന ആപ്പ് വേഗം ലോഡായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ വേറെ ഏതെങ്കിലും ആപ്പ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഫിറ്റ്നസ് എടുത്തു, ഫിറ്റ്നസ്സും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ ആ ഒരു സെലക്ഷനും ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഓണാവുന്ന ആ ടൈമും എല്ലാം നല്ല കറക്റ്റായിട്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. നല്ല പെർഫോമൻസ് ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നേരെ ഈ പറയുന്ന ബാറ്ററി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു അപ്ഡേഷന് ശേഷം നിങ്ങളുടെ ഡിവൈസിൽ ബാറ്ററി നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ബാറ്ററിയുടെ ആ ഒരു കൺസെപ്ഷൻ പറയാൻ പറ്റില്ല. ഒരു 3, 4, 5 ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ ഈ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഡിവൈസിൽ എങ്ങനെയാണ് ബാറ്ററി പെർഫോമൻസ് എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 85% കപ്പാസിറ്റിയിലാണ് എൻ്റെ ഡിവൈസ് ഓടുന്നത്. എനിക്കൊരു ഡെയിലി ഡ്രൈവറായിട്ടാണ് എൻ്റെ ഈ ഒരു ഡിവൈസ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ നീഡ്സും എനിക്ക് ഈ ഒരു വാച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എല്ലാ ഫിറ്റ്നസ് ട്രാക്കിങ്ങും അതേപോലെ എല്ലാ കോൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഡിവൈസ് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡിവൈസിൻ്റെ ആ ഒരു ബാറ്ററി പെർഫോമൻസിലും അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് പറയുന്ന കാര്യങ്ങളാണ് തെർമൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു തെർമൽ മാനേജ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഭാഗം ചൂടാവുന്നത്. അത് എന്തായാലും ഇൻഡക്ഷൻ ചാർജിങ് ആയതുകൊണ്ട് ഈ ഒരു ഭാഗം ചൂടാവും, അത് നോർമലാണ്. പക്ഷേ നമ്മൾ ഡെയിലി ഈ പറഞ്ഞ വാച്ച് കെട്ടുമ്പോഴും അതേപോലെ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിലിരുന്ന് വാച്ച് ചൂടാവുകയോ കാരണം എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നമ്മുടെ ഡിവൈസിൻ്റെ എന്തെങ്കിലും ഒരു മാൽ ഫങ്ഷൻ കൊണ്ടായിരിക്കും. അത് എത്രയും വേഗം കാണിക്കുക. കാരണം നമ്മുടെ ഡിവൈസ് ഇപ്പോൾ കുറേയധികം ഹീറ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ എൻവയോൺമെൻറ്റും അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. പിന്നീട് ഈ ഒരു വാച്ച് ഫേസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ആനിമേഷൻ റൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡയലിൽ നമുക്ക് ഈ കാണുന്ന മിനിറ്റിൻ്റെ ആ ഒരു റെപ്രസെൻറ്റിംഗ് സൂചി കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അത് പേർപ്പിളാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. കണ്ടോ, പേർപ്പിളായി. അങ്ങനെ ഓരോ കളേഴ്സ് പോകുന്നത് അനുസരിച്ച് തന്നെ നമ്മുടെ ഈ പറഞ്ഞ മിനിറ്റ് സൂചിയുടെയും അവർ സൂചിയുടെയും കളറ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഈ ഒരു ചെറിയ വാച്ച് ഫേസിലാണെങ്കിൽ പോലും അത്രമാത്രം ഡീറ്റെയിൽ ആപ്പിൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നീട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി അപ്ഡേറ്റിലാണ്. ആപ്പിൾ കുറേയധികം സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഈ പറയുന്ന വാച്ച് OS 9.5 നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ ആപ്പിൾ ആക്സസിബിലിറ്റി മോഡിന് കുറേയധികം കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ iOS 17 കുറേയധികം ലീക്സ് ആപ്പിൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാച്ച് OS 9.5 സെക്യൂരിറ്റി അപ്ഡേറ്റ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഫുൾ സെക്യൂരിറ്റി അപ്ഡേറ്റും വായിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ വാച്ച് OS നോക്കുകയാണെങ്കിൽ ഏകദേശം കുറേയധികം അപ്ഡേഷൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറേയധികം ഈ പറയുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ടും കൊണ്ടുവന്നിരിക്കുന്നത് ആക്സസിബിലിറ്റിയിലാണ്. തുടക്കം തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ആക്സസിബിലിറ്റിയാണ് ആദ്യത്തെ കുറേ ചേഞ്ച് വന്നിരിക്കുന്നത്. പിന്നെ കോർ ലൊക്കേഷൻ, കോർ സർവീസ്, ഫേസ് ഗാലറി, അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് ആപ്പിൾ ഇവിടെ ഈ പറയുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ലോഡ് സർവീസ്, മെറ്റൽ, മോഡൽ IO, അതേപോലെ നെറ്റ്വർക്ക് എക്സ്റ്റൻഷൻ, അങ്ങനെ വായിച്ച് നോക്കുകയാണെങ്കിൽ കുറേയധികം നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റിനും ആപ്പിൾ ഈ പറയുന്ന അപ്ഡേഷനിൽ കുറേയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളുമാണ് ഈ പറയുന്ന വാച്ച് OSൻ്റെ ഈ പറഞ്ഞ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആൻഡ് ബഗ് ഫിക്സസിൽ ആപ്പിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന വാച്ച് OS 9.5 എനിക്ക് ആദ്യമായി നോക്കിയപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ. അപ്പോൾ ഇനിയും കുറച്ച് അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോളോ അപ്പ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അപ്ഡേഷൻസ് വിട്ടുപോയെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക്
ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു.